കഴിഞ്ഞ ദിവസം ഒരു രസകരമായിട്ടുള്ള സ്റ്റോറി ഞാൻ കണ്ട്. വേറൊന്നുമല്ല, അമേരിക്കയിലെ 2 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാര് അവര് ഒരു 9 കൊല്ലമൊക്കെ യാഹൂല് വർക്ക് ചെയ്ത് 2007 അവര് യാഹൂന്ന് നിർത്തിപ്പോന്ന്. അവര് പിന്നീട് ഫേസ്ബുക്കിൽ നോക്കി അവിടെ കിട്ടിയില്ല, റിജക്റ്റ് ആയി. ട്വിറ്ററിൽ നോക്കി അവിടെ റിജക്റ്റ് ആയി. അങ്ങനെ അവര് വിചാരിച്ച് രണ്ടാളും കൂടെ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാന്നുള്ള പ്ലാനില് ആ സമയത്ത് അതിലൊരുത്തൻ ഐഫോൺ വാങ്ങി. ഐഫോണിലെ ആപ്പ് സ്റ്റോർ ഒക്കെ ഇങ്ങനെ വന്നിട്ടുള്ളൂ. ആപ്പ് സ്റ്റോറിന്റെ സാധ്യതകൾ കണ്ടിട്ട് അവർ വിചാരിച്ചിരുന്ന ഒരു ആപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അവര് 2009 ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അവര് ഒരു മെസ്സഞ്ചർ ആപ്പ് ഉണ്ടാക്കി. അങ്ങനെ തുടക്കത്തിലൊന്നും വലിയ കാര്യമൊന്നും ആയില്ല. പിന്നീട് അത് ഇവഞ്ച്വലി അതിൽ കുറെ ഫീച്ചേഴ്സും അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് സംഭവം അടിപൊളി ഒരു ആപ്പായി മാറി. അങ്ങനെ 2014 5 വർഷത്തിന് ശേഷം മുമ്പ് റിജക്ട് ചെയ്ത ഫേസ്ബുക്കിന്റെ CEO മാർക്ക് സക്കർബർഗ് ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇവരുടെ ആ ആപ്പ് 19 ബില്യൺ ഫേസ്ബുക്ക് വാങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും സ്ഥിരം ഉപയോഗിക്കണം, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളെ വാട്സപ്പിന്റെ കാര്യം. വാട്സപ്പിന്റെ ഫൗണ്ടേഴ്സിന് ബ്രയൻ ആക്ടണും യാൻ കൗമും. അപ്പോ ഇവർക്ക് അന്ന് ഫേസ്ബുക്കിൽ ജോലി കിട്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കണേ വാട്സപ്പ് ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ചില കാര്യങ്ങള് നമുക്ക് നല്ലത് എന്താണെന്ന് വിചാരിക്കണായിരിക്കില്ല ചിലപ്പോ നമുക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനും നല്ലത് ചിലപ്പോൾ വരാനിരിക്കുന്നുണ്ടാവാം, നമുക്കറിയില്ല. ചില സമയത്ത് നമ്മ ഒരു കാര്യം ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടാണ്ടാവുമ്പോ നമ്മ പറയും, ഓ നമുക്ക് വിധിച്ചിട്ടില്ലാന്നോ, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റിയതല്ല, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചതിന് തള്ളും. പക്ഷെ നമ്മ സ്വയം ചോദിക്കുക, നമ്മ ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്തൂല. ചിലപ്പോൾ കുറച്ചും കൂടി എഫേർട്ട് നമുക്ക് എടുക്കേണ്ടി വരും, കുറെ കൂടെ പ്രഷർ നമുക്ക് വരും. പല സമയത്തും നമുക്ക് ഒരു പ്രഷർ വരുന്നത് നമ്മളെ പല കാര്യങ്ങളിലേക്കും പഠിക്കാനും വീണ്ടും ആ ഒരു ഫെയിലിയർ നമുക്ക് വരുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു കാര്യം നേടിയെടുക്കാൻ ഒരു വഴിയല്ല, അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു ഡോർ അടച്ചാൽ അടുത്ത ഡോർ തുറക്കാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കൺസിസ്റ്റന്റ്ലി അത് പോയി കഴിഞ്ഞാൽ അറ്റ് സം പോയിന്റ് നമുക്ക് എത്തേണ്ട ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കും.